ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കരയരുത്, ഇതൊരു വഴിയാ. എല്ലാ കരച്ചിലും ദൈവം കാണുന്നുണ്ടെന്നാ പറയാ. ഇതും കാണുന്നുണ്ടാവുമല്ലേ നമ്മുടെ ഗതികേട്? നിത്യ, നമ്മൾ വലിയൊരു പ്രതിസന്ധിയില്ല. പാഠം നഷ്ടപ്പെട്ടപ്പോ ഞാനും നീയും കൈകോർത്ത് പിടിച്ചാ നിന്നത്. എല്ലാം നേരിടുമെന്നാ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ കൈകൾ പോലും അവൻ വേർപെടുത്തി. അടുത്ത് നിൽക്കാനുള്ള അവകാശം പോലും എടുത്തു കളഞ്ഞു. എന്താ തന്റെ തീരുമാനം? തോറ്റുകൊടുക്കാനാണോ? ഇല്ല ഹരി, എനിക്ക് ഹരിയെ പിരിഞ്ഞിരിക്കാനാവില്ല. അങ്ങനൊരു അവകാശം കിട്ടാൻ വേണ്ടി എത്ര പൊരുതാനും ഞാൻ തയ്യാറാ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ അവനെ തോൽപ്പിച്ചേ പറ്റൂ. എന്റെ പേരിലൊരു പെണ്ണ് കേസ് അവന്റെ കയ്യിലുണ്ട്. അത് വെച്ചാ ഇപ്പൊ അവൻ വില വീശുന്നത്. അതിന് കീഴടങ്ങി കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഫൈറ്റ് ചെയ്യണോടോ. നീര് നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ജയിക്കണം. ഹരി, പേടിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യാനും കഴിയുന്ന ഒരാളുടെ മുന്നില് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തിനും ഞാൻ കൂടെയുണ്ട്. കുറച്ചുനാള് നമുക്ക് ചിലപ്പോ തമ്മി കാണാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളായിരിക്കും. പക്ഷെ ഒരു ശ്വാസത്തിൽ പോലും എന്നെ വിട്ട് ഹരി അകന്ന് നിൽക്കില്ല. പൊരുതുന്നത് നിനക്ക് വേണ്ടിയായിരിക്കുമ്പോ എനിക്ക് ഊർജം കൂടുതലായിരിക്കും. ആനന്ദൻ കൂടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ തെളിയിച്ചെടുക്കാൻ ജീവനും അങ്കിളും കുറെ ബുദ്ധിമുട്ടും. ഹരി, അമ്മയുടെ കാര്യമാണ് കഷ്ടം. സ്വന്തം ജീവിതം അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. അച്ഛന്റെ മാറ്റം അമ്മയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എന്നിട്ടും പാവം വീഴാതെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാ. ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോഴും ആ ശബ്ദത്തിലെ സങ്കടം എനിക്ക് മനസ്സിലാവും. അമ്മ എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥമാണ് സുജാത ആന്റി. ആ സ്നേഹം അനുഭവിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാടോ. ശരവണനോട് ഞാൻ കുറച്ച് പച്ചമരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞാലും സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാലോ. മരുന്നരച്ച് ഞാൻ ശരവണന്റെ കയ്യിൽ കൊടുത്തുവിടാം. കൊണ്ടുവന്ന് തരാൻ എനിക്ക് പറ്റില്ലല്ലോ. വേണ്ടടോ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ കാണുമ്പോ സന്തോഷത്തോടെ മാത്രമേ സംസാരിക്കാവൂ. പിരിഞ്ഞു പോകുമ്പോ രണ്ടാൾക്ക് ഓർക്കാൻ സന്തോഷം മാത്രമേ പാടുള്ളൂ. നമുക്ക് കുറച്ചു നേരം ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? വാ. നമ്മളെ വേർപിരിക്കാനൊന്നും അവൻ വളർന്നിട്ടില്ലടോ.